വിവരങ്ങൾ തന്നെയാണ് ഗാസയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലേക്ക് വരുമെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഈ ആദ്യഘട്ട ചർച്ചകളിൽ പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നത് ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു. അക്കാര്യത്തിലുമൊക്കെ ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നും നാളെയും ഒക്കെയായി ഇത് എവിടെ വെച്ച് നടത്തണം, എങ്ങനെ ബന്ദികളെ കൈമാറണം, അത് ഏത് സ്ഥലത്ത് വെച്ച് നടത്തണം എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം കൂടി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 20 ദിന പദ്ധതി അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപിന്റെ 20 ദിന പദ്ധതിയോട് അംഗീകരിക്കരുത്, അങ്ങനെ അംഗീകരിച്ചാൽ തങ്ങൾ സർക്കാരിനെ താഴെ വീഴ്ത്തുമെന്നടക്കമുള്ള വലിയ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവർ ചില ഭീഷണികളൊക്കെ മുഴക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊക്കെ കണ്ടില്ല എന്നും അല്ലെങ്കിൽ അതൊക്കെ വിലപ്പോകില്ല എന്നും കരുതുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി നൽകിക്കൊണ്ടായിരുന്നു ഈ ഇസ്രായേൽ മന്ത്രിസഭ ഈ പ്രഖ്യാപനത്തോട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയോട്, ഈ വെടിനിർത്തൽ കരാറിനോട് അടക്കം ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അടുത്ത 2026 ഇസ്രായേലിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ സമയം വരെ ഈ ഒരു ഇടക്കാല സർക്കാരിനെ ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെ നയിക്കാനാവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ സർക്കാർ താഴെ വീണാൽ പോലും അതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു നീക്കം പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പതിയെ ആദ്യഘട്ടത്തെ ധാരണയനുസരിച്ച് പതിയെ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങും. ഇപ്പോഴുണ്ടായിരിക്കുന്ന സൈന്യ വ്യൂഹം അത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഗാസയിൽ ചില സമാധാനത്തിന്റെ സൈറൻ മുഴങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു തരത്തിലുമുള്ള ആക്രമണം ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഗാസ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നിലവിൽ ഇനി ആദ്യഘട്ടം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ ബന്ദി കൈമാറ്റവും ഒപ്പം തന്നെ ഈ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ നടപ്പിലാവാൻ പോകുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ